മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനവും താക്കീതും. പുനരധിവാസത്തിനായുള്ള ഫണ്ട് മാർച്ച് 31-നകം നൽകുമോ എന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ്. യഥാസമയം സത്യവാങ്മൂലം നൽകാത്തതിന് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകരോട് ക്ഷുഭിതരായിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച്. തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സർക്കാരിന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഷപ്ന സിയാൽ ചേരുന്നു. ഷപ്ന, ഏതായാലും ഹൈക്കോടതി കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? കേന്ദ്ര സർക്കാർ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ അറിയിച്ചത് എന്താണ്? ലക്ഷ്മി, ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ എടുത്ത ഹർജിയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായുള്ള ഫണ്ട് മാർച്ച് 31-നകം നൽകുമോ എന്നാണ് കേന്ദ്രത്തോട് കോടതി ചോദിക്കുന്നത്. നിരവധി തവണ ഇത്തരത്തിലുള്ള ആവശ്യം കോടതി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു മറുപടി പറഞ്ഞിരുന്നില്ല. ഫണ്ട് നൽകുന്നതിൽ വ്യക്തത വരുത്തി സത്യവാങ്മൂലം നൽകാത്തതിലാണ് കേന്ദ്ര സർക്കാരിനെ ഇത്തരത്തിൽ വിമർശിച്ചത്. യഥാസമയം സത്യവാങ്മൂലം നൽകാത്തത് കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോട് കോടതി ആ രീതിയിൽ വിമർശനം ഉന്നയിച്ച് സംസാരിക്കുകയും ചെയ്തു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നും സമയപരിധിയിൽ വ്യക്തത വരുത്തണമെന്നുമായിരുന്നു കോടതിയുടെ പരാമർശം. ഡൽഹിയിലുള്ള ഉദ്യോഗസ്ഥൻ എന്നാണോ കരുതുന്നത് എന്നും കോടതി ചോദിച്ചു. ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ അടുത്ത ഫ്ലൈറ്റിൽ ഇവിടെ എത്തിക്കാൻ കഴിയും എന്ന രീതിയിലുള്ള താക്കീതും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. തിങ്കളാഴ്ച തന്നെ സത്യവാങ്മൂലം നൽകണം എന്നാണ് കേന്ദ്ര സർക്കാരിന് കർശനമായ നിർദ്ദേശം കോടതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ചില ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങി. ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത് കേന്ദ്രമാണ്. പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കാൻ ഡിസംബർ 31 വരെ സമയം നൽകി തീരുമാനമെടുത്തതും കേന്ദ്ര സർക്കാർ ആയിരുന്നു എന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിനോട് കൃത്യമായൊരു മറുപടി, അതായത് ഈ പുനരധിവാസത്തിന് ഫണ്ട് നൽകുമോ എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാനാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഷപ്ന സിയാദാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ ലീഗൽ ഡെസ്കിൽ നിന്ന്.